ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി വിഭവമാണ്. നമ്മൾ ചപ്പാത്തിക്ക് കറികൾ എടുത്തു മടുത്തോ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു കറിയും ഇല്ലാതെ നമുക്ക് ചപ്പാത്തി എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള ചപ്പാത്തി റോളും വെജ് വെച്ചിട്ടുള്ള ചപ്പാത്തി റോളും എന്ന് വെച്ചാൽ വെജിറ്റബിൾ വെച്ചിട്ടും മുട്ട വെച്ചിട്ടുള്ള ചപ്പാത്തി റോളുകളാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. തക്കാളി, ക്യാപ്സിക്കം, സവാള, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ മുട്ട, പിന്നെ സോസ്. ഇപ്പോൾ തക്കാളി സോസാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, ടൊമാറ്റോ സോസ്. പിന്നെ നമ്മൾ 2 മുട്ടയാണ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തിയുടെ മുകളിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, തക്കാളി ചേർത്ത് കൊടുക്കാം, പിന്നെ കുക്കുംബർ ചേർത്ത് കൊടുക്കാം, കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് സോസും കൂടി ചേർത്തിട്ട് അതിനുശേഷം ചപ്പാത്തി നല്ല ചൂടാണ്. അപ്പം ഇതുപോലെ റോളാക്കി എടുക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ചെറുതായിട്ട് അതിനെ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഒക്കെ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വെജ് റോളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എഗ്ഗ് റോൾ എടുക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ അല്പം ഉപ്പിട്ട് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചപ്പാത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആ മുട്ടയുടെ മുകളിൽ തന്നെ ചപ്പാത്തി വെച്ച് കൊടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പം മുട്ട ഒരു 5 മിനിറ്റ് മുട്ടയൊന്ന് നല്ല വെന്തിട്ട് ശേഷം വേണം ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാനേ. അതുകൊണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയിൽ മുട്ടയൊക്കെ പിടിച്ച് നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സവാള ഇട്ട് കൊടുത്തു, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു, ക്യാരറ്റ്, തക്കാളി എല്ലാം നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സോസ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം റോള് പോലെ ഉരുട്ടിയെടുക്കാം. പക്ഷേ ഭയങ്കര ചൂടായതുകൊണ്ട് ഉരുട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു വെജ് റോളും കൂടി എടുക്കാം. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് സോസും കൂടി ഇട്ടിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. വീണ്ടും ഒരു എഗ്ഗ് റോളും കൂടി എടുത്തു. അപ്പോൾ നമ്മളൊരു 3 എഗ്ഗ് റോളും 2 വെജ് റോളുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കറികളും വേണ്ട ചപ്പാത്തി കഴിക്കാൻ. ഇങ്ങനെ വെജിറ്റബിൾ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി. പിന്നെ നമുക്ക് മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് മയോണൈസൊക്കെ ചേർക്കാം. ഇവിടെ ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തക്കാളി സോസ് മാത്രം ചേർത്തത്. അപ്പോൾ വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുക, ഉറപ്പായിട്ട് അവർ കഴിക്കുന്നതായിരിക്കും. അതുമല്ല വെജിറ്റബിൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഗുണം കൂടുതലുമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു കറികളുമില്ലാതെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ മോൾക്ക് തയ്യാറാക്കി കൊടുത്തു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്